ഞാനിതിൽ രാവിലെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിൽ ആശമാരുടെ ഓണറേറിയം ആണ് ഈ പറയുന്ന 7,000 രൂപ. അതിനുശേഷം കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവ് ഉണ്ട്, പിന്നീട് പ്രവർത്തനങ്ങൾക്കുള്ള തുകയുണ്ട്. അതിൽ തന്നെ 40% കേരളമാണ് നൽകുന്നത്. അപ്പോൾ 7,000 പ്ലസ് മറ്റ് ഇൻസെൻറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന തുക നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. അപ്പോൾ ഏറ്റവും ഉയർന്ന തുക ആ നിലയിൽ നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ്. എല്ലാവിധമായിട്ടുള്ള ഇപ്പോൾ ഓണററി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അവർ 6-ാം തീയതി സമരം ചെയ്തപ്പോൾ ഇത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. പല ആവശ്യങ്ങൾ ഉണ്ട്, അതിലൊരാവശ്യമായിരുന്നു. അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രൊസീഡിങ്സ് ഇറക്കി. ആ പ്രൊസീഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി ചേർന്ന് ശുപാർശ ഗവൺമെൻറ്റിൽ തന്നു. അത് പരിശോധിച്ച് തന്നെ ഞാൻ അന്ന് ചർച്ചയിലും പറഞ്ഞിരുന്നു. അന്ന് വന്ന ആശമാരോടും കഴിഞ്ഞ ദിവസം എന്നെ സെക്രട്ടേറിയറ്റിൽ കാണാൻ വന്ന ആശമാരോടും ഞാൻ ഇതേ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് അതിലേറ്റവും നല്ല നിലപാടെടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് ആ ക്രൈറ്റീരിയ പൂർണ്ണമായി പിൻവലിക്കും എന്ന് പറഞ്ഞു. അത് പിൻവലിച്ചു. പിന്നെ ഒരു OTP വിഷയം ഉണ്ടായിരുന്നു. ഹെൽത്തിനോട് അതിൽ നിർബന്ധം പിടിക്കേണ്ടതില്ല. OTPയിൽ അത് ഡിസേബിൾ ചെയ്യാൻ പറഞ്ഞു. ഹെൽത്തിന് അവരന്ന് തന്നെ ഡിസേബിൾ ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഉചിതമായ നിലയിൽ തന്നെ കേട്ടുകൊണ്ട് അത് പരിഹരിച്ചിട്ടുണ്ട്. 2 വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഓണററി 3 ഇരട്ടിയാക്കണം. അതായത് ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നൽകുന്ന കേരളം നൽകുന്ന തുക അത് 3 ഇരട്ടിയാക്കണം എന്നുള്ളതും റിട്ടയർമെന്റ് ബെനിഫിറ്റ് നൽകണം എന്നുള്ളതുമാണ്. ഈ 2 കാര്യം ഇതിൽ സംബന്ധിച്ച് ഞാൻ രാവിലെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം അവർ ഉന്നയിക്കുന്നത്, നിയമസഭയിൽ മിനിസ്റ്ററിനെ കാണാനായി സമരസമിതി എത്തിയപ്പോൾ മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞയച്ചു. പിറ്റേ ദിവസം മിനിസ്റ്ററിന്റെ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വീട്ടിൽ ആരെയും അനുവദിക്കാറില്ല, കാണാൻ സമ്മതിക്കാറില്ല എന്ന് മിനിസ്റ്ററുടെ ഭർത്താവ് സംസാരിച്ചു. അങ്ങനെ കാണാൻ അനുവദിച്ചില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഇന്നിപ്പോൾ സമരസമിതിയുടെ കോർഡിനേറ്റർ പറയുന്നു. അതിലെ നിയമസഭയിൽ തന്നെ അവിടെ എന്നെ ഞാൻ വഴിവെച്ച് കണ്ടിരുന്നു. നിയമസഭയ്ക്കുള്ളിൽ ഉള്ളപ്പോൾ നമുക്ക് നിയമസഭയിലുള്ളിൽ ബിസിനസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിയമസഭയ്ക്കുള്ളിൽ ഉള്ള സമയത്ത് നമ്മൾ ഒന്ന് പുറത്തിറങ്ങി വരുമ്പോഴായിരിക്കും ഇവരെയൊക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ ആശുമാരെ അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അന്ന് അവരോട് ഞാൻ സംസാരിച്ചിരുന്നു. അവരെനിക്ക് ഈ നിവേദനവും തന്നിരുന്നു. 2ാമത്തെ കാര്യം, എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലല്ല താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ നാട്ടിലൊരു വീടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം ചില, അതായത് കാർഷികമായിട്ടും ഒക്കെ തന്നെ അദ്ദേഹം ഇവിടോട്ട് വരുന്നത് വളരെ റെയറാണ്. അതുമാത്രമല്ല, അവിടെ വരുന്ന ഒരാളെ അദ്ദേഹം കാണുകയില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് അറിയില്ല. വല്ലപ്പോഴും അദ്ദേഹം അവിടെ വരും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടേക്ക് വരാൻ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ട് പത്തനംതിട്ടയിൽ അങ്ങാടിക്കൽ. അവിടെയാണ് അദ്ദേഹം ഉണ്ടാകാറുള്ളത്. അവിടെ ആരും വന്നതായിട്ട് എനിക്കറിയില്ല. അവിടെ ആരും വന്നിട്ടില്ല. നമുക്കവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. സമരം പരിഹരിക്കാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്തൊന്നും അത് സമരമുഖത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമായിരിക്കും. ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞ ദിവസം സംസാരിച്ചു സെക്രട്ടേറിയറ്റ്. കാരണം സമരം സാധാരണ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഫീസിലാണല്ലോ സംസാരിക്കുക. ഞാൻ SMDയോട് പറഞ്ഞ് SMD ഇവരെ കണ്ടിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ SMDയോട് പറഞ്ഞ് അവരോട് ചർച്ച നടത്തി. SMDയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടേക്ക് മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ 10 മണി മുതൽ 11:30 വരെ അവരോട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് എല്ലാ അമ്മമാരും ഒന്നും അങ്ങനെ പറയില്ല, അതെനിക്കറിയാം. അപ്പോൾ അത് അവരോട് ഒപ്പമുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. ഈ 2 കാര്യങ്ങൾ സംബന്ധിച്ച കാര്യം പറഞ്ഞല്ലോ, അതങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞാണ്. നമുക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഓണറേറിയം കേരളം നൽകുന്നുണ്ട്. അതുകൂടാതെയുള്ള ഇൻസെൻറ്റീവ്സ് നൽകുന്നു. അതിലും കേരളത്തിൻ്റെ വിഹിതമുണ്ട്. അപ്പോൾ അത് 3 ഇരട്ടിയാക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ഈ റിട്ടയർമെൻറ്റിൻ്റെ കാര്യം, ഇത് 2മാണ്. ശരി.